ഇറാനും ഇസ്രായേലും പതിറ്റാണ്ടുകളായി പുകയുന്നൊരു സംഘർഷം. ഇതെപ്പോ വേണമെങ്കിലും ഒരു വലിയ യുദ്ധമായി മാറുമോ? ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ കാര്യങ്ങൾ എത്രത്തോളം വഷളാകാം? ഒരു സമ്പൂർണ്ണ യുദ്ധം, അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതിന്റെ ഫലം എന്തായിരിക്കും? നമുക്ക് അങ്ങനെ ഒരു സാങ്കല്പിക സാഹചര്യത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നോക്കൂ, വെറും 12 ദിവസം അത്രയേ യുദ്ധം നീണ്ടു നിൽക്കുന്നുള്ളൂ. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ഭീകരമാണ്. ആദ്യം ഇസ്രായേലിന്റെ ഒരു സർപ്രൈസ് അറ്റാക്ക്, പിന്നാലെ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമായി ഇറാന്റെ തിരിച്ചടി. അവസാനം എന്തുണ്ടായി? 2 രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ശേഷം ഒരു വെടിനിർത്തൽ. അത്രമാത്രം. ഇതൊരു അതിശയോക്തിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ചോദ്യമിതാണ്, ഒരു കാലത്ത് നല്ല പങ്കാളികളായിരുന്ന 2 രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ ശത്രുക്കളായി മാറിയത്? ആ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചു പുറകോട്ട് ചരിത്രത്തിലേക്ക് തന്നെ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യ ഭാഗം, സഖ്യകക്ഷികളിൽ നിന്ന് ശത്രുക്കളിലേക്ക്. വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമായിരിക്കും, പക്ഷേ ഈ വലിയ ശത്രുതയുടെ കഥ തുടങ്ങുന്നത് ഒരു സൗഹൃദത്തിൽ നിന്നാണ്. അതാണ് സത്യം. 1979 മുമ്പുള്ള കാലമൊന്ന് നോക്കിക്കേ. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ. 70കളിലൊക്കെ യൂറോപ്പിലേക്ക് എണ്ണ കൊണ്ടുപോകാനുള്ള പൈപ്പ് ലൈൻ പോലുള്ള വലിയ പ്രോജക്റ്റുകളിൽ പോലും അവരൊരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷേ 1979 ഇറാനിയൻ വിപ്ലവം വന്നതോടെ ആ സൗഹൃദമെല്ലാം തകർന്നു. എല്ലാം മാറിമറിഞ്ഞു. ആ മാറ്റം എത്ര പെട്ടെന്നായിരുന്നു നോക്കൂ. എണ്ണ പൈപ്പ് ലൈൻ പോലുള്ള സാമ്പത്തിക സഹകരണത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുവരെ ചോദ്യം ചെയ്യുന്ന ഒരു കടുത്ത ശത്രുതയിലേക്ക് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിയത്. അതിന് പ്രധാന കാരണം വിപ്ലവ നേതാവായ ആയത്തുള്ള ഖുമൈനിയായിരുന്നു. അദ്ദേഹം ഇസ്രായേലിനെയും അമേരിക്കയെയും മിഡിൽ ഈസ്റ്റിലെ അനധികൃത ശക്തികളായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവരെ എതിർക്കുക എന്നത് പുതിയ ഇറാന്റെ ഒരു പ്രധാന നയമായി, ഒരു അടിസ്ഥാന ശിലയായി തന്നെ മാറി. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. നീണ്ട നിഴൽ യുദ്ധം. നേരിട്ട് ഒരു യുദ്ധം വേണ്ടെന്ന് 2 രാജ്യങ്ങളും തീരുമാനിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? പോരാട്ടം നേരെ നിഴലുകളിലേക്ക് മാറി. അതായത് ചാരന്മാരും രഹസ്യ ഓപ്പറേഷനുകളും പിന്നെ പ്രോക്സി ഗ്രൂപ്പുകളും. അങ്ങനെ ഒരു പുതിയ യുദ്ധമുഖം തന്നെ തുറന്നു. ഇറാൻ സ്വീകരിച്ച തന്ത്രം എന്താണെന്ന് വെച്ചാൽ, അവർ നേരിട്ട് ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ പോയില്ല. പകരം ആ മേഖലയിലുടനീളം തങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളെ, അതായത് സഖ്യകക്ഷികളുടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു. ലെബനനിലെ ഹിസ്ബുല്ല, ഗാസയിലെ ഹമാസ്, യമനിലെ ഹുത്തികൾ, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇറാൻ പണവും ആയുധവും കൊടുത്ത് സഹായിക്കുന്ന ഈ ഗ്രൂപ്പുകൾ പല ഭാഗത്തുനിന്നും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിലൂടെ ഇറാൻ എന്തു ഗുണം? നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാതെ തന്നെ മേഖലയിൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ അവർക്ക് സാധിക്കുന്നു. അപ്പോ ഇതിന് ഇസ്രായേലിന്റെ മറുപടി എന്തായിരുന്നു? അതാണ് മെബാം എന്ന് വിളിക്കുന്ന തന്ത്രം, അതായത് യുദ്ധങ്ങൾക്കിടയിലെ പ്രചാരണം. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ഇറാന്റെയും അവരുടെ സഖ്യഗ്രൂപ്പുകളുടെയും ശക്തി കുറച്ചുകൊണ്ടേയിരിക്കുക, അവരെ തുടർച്ചയായി ദുർബലപ്പെടുത്തുക. ഈ ഒരു നിഴൽ യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ പലതുമുണ്ട്. സിറിയയിലേക്ക് പോകുന്ന ആയുധങ്ങളെ ലക്ഷ്യം വെച്ചുള്ള എയർ സ്ട്രൈക്കുകൾ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകരാറിലാക്കിയ സ്റ്റക്സ്നെറ്റ് പോലുള്ള സൈബർ ആക്രമണങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ അട്ടിമറികൾ, പിന്നെ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ വരെ. ഇതൊരു നിരന്തരമായ കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. അടുത്തത് 3ാം ഭാഗം, ആണവ പരിധി കടക്കുന്നു. ഈ നിഴൽ യുദ്ധത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഭാഗം ഇതാണ്. അതെ, ഇറാന്റെ ആണവ പദ്ധതി. ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് തിരികൊളുത്താൻ ഏറ്റവും സാധ്യതയുള്ളതും ഈ വിഷയം തന്നെയാണ്. ഇറാൻ എപ്പോഴും പറയുന്നത് അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നാണ്. പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊന്നാണ്. അവർ പറയുന്നത് കുറഞ്ഞത് 9 അണുബോംബുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കയ്യിലുണ്ടെന്നാണ്. ഈ ഒരു കണക്കാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കുന്നത്. ഇനി ഇസ്രയേലിന്റെ കാര്യം നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു നയമല്ല, അതവരുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. അവരുടെ ഒരു ഉറച്ച തീരുമാനമുണ്ട്: തങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുവിനെയും അണുബോംബുണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടാണ് അവർ 1981 ഇറാഖിലെയും 2007 സിറിയയിലെയും ആണവ നിലയങ്ങൾ ആക്രമിച്ചു തകർത്തത്. ഒരു അണുബോംബ് ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വേണ്ടത്. 1, അതിനാവശ്യമായ യുറേനിയം. 2, ഒരു സ്ഫോടന സംവിധാനം.
3 അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ളൊരു മിസൈൽ. വിദഗ്ധർ പറയണത് എന്താന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളിലും ഇറാൻ വലിയ പുരോഗതി നേടിക്കഴിഞ്ഞുവെന്നാണ്. ശരി, അപ്പൊ നമുക്ക് തിരിച്ച് നമ്മൾ ആദ്യം കണ്ട ആ നാടകീയമായ യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് വരാം. ഈ ടൈം ലൈൻ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. 1-ാം ദിവസം ഇസ്രായേൽ ആക്രമിക്കുന്നു. 10-ാം ദിവസം ആവുമ്പോഴേക്കും അമേരിക്ക വരെ യുദ്ധത്തിൽ ഇടപെടുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇപ്പോൾ ഈ നിഴലിൽ നടക്കുന്ന പോരാട്ടം ഒരു യഥാർത്ഥ ആഗോള സംഘർഷമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതെന്താണ്? ഒരു കാലത്ത് മിത്രങ്ങളായിരുന്നവർ ഇന്നൊരു നിഴൽ യുദ്ധം നടത്തുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ആണവ പദ്ധതി അതിന്റെ നടുവിലുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ നിഴൽ യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കുമോ? അതോ ഒരു നേരിട്ടുള്ള വലിയ സംഘർഷം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണോ? മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും.